നാടിനെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങളായാലും മയക്കുമരുന്ന് വേട്ടയായാലും അതിലെല്ലാം അത്യന്തം ഹീനവും നീചവുമായ രാഷ്ട്രീയം കലർത്തുന്നവരെ എന്ത് വിളിക്കണം? ക്ഷീരമുള്ള അകിടായാലും ചോര മാത്രം കുടിക്കുന്ന കൊതുകുകൾ എന്നത് അന്വർത്ഥമാക്കുന്ന അധമന്മാരുടെ പട്ടികയിൽ ആരല്ല? കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും KSU നേതാവും ആ KSU നിലവാരത്തിലേക്ക് തരം താഴ്ന്ന മാധ്യമങ്ങളും ആരെയാണ് സഹായിക്കുന്നത്? KSU നിലവാരത്തിലും താണ മലയാള മനോരമയുടെ ഇന്നത്തെ ലീഡ് വാർത്തയുടെ ഹൈലൈറ്റ് മാത്രം മതി ആ പത്രത്തിന്റെ രാഷ്ട്രീയ കുടിലത അളക്കാൻ. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ SFI നേതാവും. തെറ്റില്ല, ഒരു SFI പ്രവർത്തകൻ മാത്രമാണോ പ്രതി? ആ പ്രവർത്തകന്റെ മുറിയിൽ നിന്നും 9 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുമുണ്ട്. പിടികൂടുമ്പോൾ അവൻ റൂമിൽ ഉണ്ടായിരുന്നുമില്ല. വിവരമറിഞ്ഞ് കോളേജിൽ നിന്ന് ഹോസ്റ്റലിലെത്തിയ ആ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു. അളവ് കുറവായതിനാൽ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ ഒരു പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രതി ആകാശ്. ഏത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനാണ്? മനോരമയോ മറ്റു വലതു മാധ്യമങ്ങളോ മിണ്ടിയിട്ടില്ല. ആ മുറിയിൽ നിന്നാണ് 1 കിലോഗ്രാമും 909 ഗ്രാമും കഞ്ചാവ് പിടികൂടിയത്. ആ റൂമിൽ നിന്നാണ് കഞ്ചാവ് തൂക്കാനുള്ള ത്രാസ്, കഞ്ചാവ് വലിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, പൊടിക്കാനും ബീഡിയാക്കി തീർക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തുന്നത്. പോലീസിനെ കണ്ടപ്പോൾ ആ മുറിയിൽ നിന്ന് 2 പേർ ചാടി രക്ഷപ്പെട്ടു. അവരുടേതായിരുന്നു ആ മുറി. ആരാണവർ? 2 പേരും KSU പ്രവർത്തകർ. ഒരാൾ കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മത്സരിച്ചു. അവരുടെ അലമാരയിലായിരുന്നു കഞ്ചാവ് പൊതികൾ. ആ മുറിയിൽ വിൽപ്പനയ്ക്ക് വെച്ചതായിരുന്നു കഞ്ചാവ്. അവരാണ് മൊത്ത വിതരണക്കാർ എന്ന് വ്യക്തം. പക്ഷെ ഒരു വരി പോലും അവരെക്കുറിച്ച് പറയാതെയുള്ള ആ കരുതൽ. മാതൃഭൂമിയും ഒട്ടും വ്യത്യസ്തമല്ല. SFI പ്രവർത്തകൻ എന്ന് പറയുകയും മറ്റൊരിടത്ത് സമൂഹ മാധ്യമങ്ങളിൽ KSU പ്രവർത്തകൻ എന്ന് വ്യാജ പ്രചാരണമെന്നും സൃഷ്ടി. ആരെ സഹായിക്കാനാണ് ഈ വെള്ളപൂശൽ? ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ യോജിച്ച ഇടപെടൽ നടത്തുന്നതിന് പകരം ഇത്തരം രാഷ്ട്രീയ കുടിലത കാട്ടുന്നവരാണ് നാടിന്റെ ശത്രുക്കൾ. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെയാണ് സംസ്ഥാന സർക്കാരും എക്സൈസും പോലീസും മയക്കുമരുന്ന് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഇത്തരം റെയ്ഡുകളും നടപടികളും. അതിനെ അതേ അർത്ഥത്തിൽ പിന്തുണയ്ക്കാനാണ് തയ്യാറാകേണ്ടത്. പിടിയിലായവന്റെ നിറവും ജാതിയും മതവും നോക്കിയുള്ള പ്രചാരണങ്ങൾ നാടിന് ആപത്താണ്.